മണ്ണാർക്കാട് പൂരത്തിൻ്റെ ലാസ്റ്റ് ദിവസത്തിൻ്റെ തലേന്ന് ഞങ്ങളും പോയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ ഒരു പുഴയിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. കറക്റ്റ് സ്ഥലത്താണ് കേട്ടോ, ഈ ഒരു പൂരം നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. കയറി ചെല്ലണ ഭാഗത്ത് തന്നെ നോക്കിയാൽ മെയിനായിട്ട് നിൽക്കുന്നത് തോണിയാണ്. പിന്നെ അതാ ഞങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാത്ത നിഷാദ ഈ ഒരു ഗെയിമിൽ പങ്കെടുത്തിട്ടോ. വെറുതെ നമ്മൾ 200 രൂപ പോയി എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല. മീനാണ് അതിൽ. പിന്നെ അത് കിളി പോയ പോലെ നോക്കി നിൽക്കുന്നത് എന്താണെന്നറിയോ, എത്ര കയറിയാലും എത്ര കണ്ടാലും പള്ളടുള്ള കൂടി ആ കാളൽ മാറാത്ത ഈ ഒരു ഐറ്റത്തിനെയാണ്. ഞാൻ അതിൽ കുറേ പ്രാവശ്യം കയറി നോക്കിയിട്ട് ഇതുവരെ എനിക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒപ്പം കയറിയവർക്ക് അറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഐറ്റംസിൽ എന്തെങ്കിലും കയറാൻ താല്പര്യം കാട്ടിയ കുഞ്ഞാവുണ്ടെങ്കിൽ ഒന്ന് കണ്ണൂരിട്ടിട്ട് എന്നോട്, കാരണം ഓനിക്കറിയാം ഞാൻ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇവിടെ പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. മരണക്കിണർ കാണാനാണ്ടോ കയറിയത്. അനുവിന് ഒരേ നിർബന്ധം മരണക്കിണർ കയറുക എന്നുള്ളത്. അനുമോന് ഇതുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഫോനൊന്ന് കാണട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കയറിട്ടോ. ഇതിൽ കുട്ടിക്ക് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇതാ, ക്യാഷ് ഇങ്ങനെ പിടിക്കുമ്പോൾ വന്ന് വാങ്ങിക്കൊണ്ടോണം. ആ ഒരു ഇതാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇതാണല്ലോ ഓരോരുത്തരതും വാങ്ങിക്കൊണ്ടോണത് കാണാൻ തന്നെ ഒരു രസമാണ്. ഓല അഭ്യാസങ്ങൾ കാണുമ്പോൾ അമ്മക്കും ഇവിടെ കയ്യും കാലും വിറക്കും. പിന്നെ ഓൽക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ഒരു 100 രൂപ പാറിപ്പോണണ്ടില്ലേ. ഒരു ചേച്ചിയും ചേട്ടനും കൂടി ഒരുമിച്ച് പൈസ കൊടുത്തപ്പോൾ ആൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല. ഈ മരണക്കിണറും നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർ വലിയ ഒരു കഥ ഉണ്ടല്ലോ. മണ്ണാർക്കാട് ലോക്ക്ഡൌൺ ടൈമിൽ കുടുങ്ങിപ്പോയ ഒരു ഫാമിലി ഉണ്ട്. അവർ മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഓലങ്ങോട്ട് സെറ്റിൽഡ് ആയി. കൈതച്ചറയാണ് വീട്. അപ്പോൾ എന്തായാലും വാർത്തകളൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ കൈതച്ചറയാണ് വീട് എന്നുള്ളത്. പുറത്തുനിന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു പൈസ നീട്ടി പിടിച്ച് നിൽക്കുന്ന ടൈമിൽ ഉള്ളിൻ്റെ ഉള്ളൊരു കാളലാക്കാരം. ഇതെപ്പോൾ വാങ്ങും ആര് വാങ്ങുന്നുള്ളൊരു ടെൻഷനേക്കാരം. പിന്നെ നമ്മൾ അത്രയും സ്പീഡിൽ വന്ന് വാങ്ങണോണ്ട് തന്നെ എത്ര നോക്കി നിന്നാലും പെട്ടെന്ന് നമ്മളൊന്ന് ഞെട്ടുട്ടോ. ഇത് കണ്ടിറങ്ങി പിന്നെ തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ അധികം നേരം ഒന്നും അവിടെ നിന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ലോക്ക്ഡൌണിൽ കുടുങ്ങി ഇവിടെ സെറ്റിൽഡ് ആയ ബാബു. ആളെന്തായാലും സെറ്റ് ആയിക്കൊണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ ചെന്ന് പരിചയപ്പെട്ട ടൈമിൽ ഞാൻ ഇവിടെ കൈതച്ചറിഞ്ഞുള്ള ആളാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഈ ന്യൂസൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് കത്തിയത്. അപ്പോൾ എന്തായാലും അവർക്ക് കൈയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.